ക്ഷേത്രങ്ങളിൽ നിന്ന് രാഷ്ട്രീയ ഇടപെടലുകൾ ധാരാളമാണ്. ഇത് വിശ്വാസികളെ വളരെ വേദനിപ്പിക്കുന്നു. ഒരു കാര്യത്തിൽ മാർഗദർശക മണ്ഡലത്തിൽ ഏത് രീതിയിൽ ഇടപെടാൻ സാധിക്കും? മാർഗദർശക മണ്ഡലത്തിന് ഈ വിഷയത്തിൽ ഒന്നും ഇടപെടാൻ കഴിയില്ല. എന്നാൽ ഈ ഇരിക്കുന്നവർക്ക് കഴിയും. ഇത് സന്യാസിമാരുടെ മേഖലയല്ല. ഓരോ ക്ഷേത്രത്തിലും ഇപ്പം നമ്മൾ നോക്കൂ, കേരളത്തെ സംബന്ധിച്ച് പറയാം, മൊത്തം ഭാരതം അവിടെ നിൽക്കട്ടെ. കേരളത്തെ സംബന്ധിച്ച് 5 ദേവസ്വം ബോർഡാണ് ഉള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡ്, കൂടൽമാണിക്യം ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്. ഈ 5 ദേവസ്വം ബോർഡിലും കൂടി ഏറി വന്നാൽ 7000-ഓളം ക്ഷേത്രങ്ങളേ ഉള്ളൂ. എന്നാൽ കമ്മിറ്റികളും ട്രസ്റ്റുകളുമായി നടത്തുന്ന ക്ഷേത്രങ്ങൾ ലക്ഷക്കണക്കിനുണ്ട്. 10,000-കണക്കിനല്ല, ലക്ഷക്കണക്കിനുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റ് കൺട്രോളിലല്ല ഭൂരിഭാഗം ക്ഷേത്രങ്ങളും. ഇതാദ്യം മനസ്സിലാക്കുക. അവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരും വർഷത്തിൽ അഥവാ 2 വർഷത്തിൽ. അപ്പൊ തെക്കോട്ടും വടക്കോട്ടും നോക്കി ഇരിക്കാതെ കമ്മിറ്റി പോയി പങ്കെടുക്കണം. തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് അവിടെ രാഷ്ട്രീയക്കാർ പിടിച്ചടക്കിയെന്ന് രോദനം ചെയ്യുന്നതിൽ അർത്ഥമില്ല. എപ്പോഴാണ് വാർഷിക ജനറൽ ബോഡി നടക്കുന്നത്, എപ്പോഴാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, ഇത് വിശ്വാസികൾ മനസ്സിലാക്കണം. എന്നിട്ട് അവിടെ പോണം. സൊസൈറ്റീസ് ആക്ട് അനുസരിച്ചാണെങ്കിൽ, മിക്കവാറും സൊസൈറ്റീസ് ആക്ട് അനുസരിച്ചാണ്, മെമ്പർഷിപ്പ് എടുക്കാൻ 18 വയസ്സ് കഴിഞ്ഞ ഏതൊരു വിശ്വാസിക്കും അധികാരമുണ്ട്. മെമ്പർഷിപ്പ് എടുക്കുക, ജനറൽ ബോഡിയിൽ മെമ്പർ ആവുക, എക്സിക്യൂട്ടീവിലേക്ക് വരണം. എന്നെ ആരും നിർദ്ദേശിക്കില്ല സ്വാമി, സ്വയം നിർദ്ദേശിക്കാൻ അധികാരമുണ്ട്. ഞാൻ എന്നെ നിർദ്ദേശിക്കുന്നു എന്ന് പറയാം. അങ്ങനെ എക്സിക്യൂട്ടീവ് കയറി പറ്റുക. എക്സിക്യൂട്ടീവിന് ഭാരവാഹി സ്ഥാനത്തേക്ക് വരാൻ നോക്കുക. ഇനി വന്നില്ലെങ്കിലും എക്സിക്യൂട്ടീവ് വന്നാൽ തന്നെ മതി. ഇങ്ങനെ ക്ഷേത്ര ഭരണത്തിനുള്ളിലേക്ക് വരണം. അല്ലാണ്ട് രാഷ്ട്രീയക്കാർ പിടിച്ചടക്കണമെന്നോ അവിടെ ഇവിടെ ഇരുന്നിട്ട് പരാതി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പ്രായോഗികമായി ചെയ്യേണ്ട സമയത്ത് ചെയ്യാം. അത് ചെയ്യാതെ ഒക്കെ രാഷ്ട്രീയക്കാർ പിടിച്ചടക്കി എന്ന് പറയുന്നത് കേൾക്കുമ്പം തന്നെ ഒരു 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 വല്ലാത്തൊരു ഒരു 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 വിഷമ. വാക്ക് ഒന്ന് മയപ്പെടുത്തിയതാണ്. ശരി.